നമസ്കാരം. ഈ ബസ്സിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നോട്ട് പ്രതിസന്ധിയാണ് നാടെങ്ങും. അത് നമ്മുടെ സിനിമകളെയും കാര്യമായി ബാധിച്ചു. കഴിഞ്ഞ ആഴ്ച റിലീസുകളൊന്നും എത്തിയില്ല. പക്ഷേ ഒരുപാട് ദിവസം നീട്ടിവെക്കാനാകില്ലോ. എന്തായാലും പ്രതിസന്ധിയൊക്കെ മറികടക്കുക എന്ന ലക്ഷ്യത്തോടെ മലയാളത്തിൽ ഒരു ചിത്രം തിയേറ്ററുകളിലെത്തി. കട്ടപ്പനയിലെ ഋതിക് റോഷൻ എന്നാണ് സിനിമയുടെ പേര്. ബോളിവുഡിൽ നിന്നുമുണ്ട് റിലീസ്. ജോൺ എബ്രഹാം നായകനായ ആക്ഷൻ ത്രില്ലർ ഫോഴ്സ് 2. एक्टिंग इज अ ड्रीम. हर इंसान एक्टर बनना चाहता है, पर बनता कोई कोई है. നോട്ട് പ്രതിസന്ധിക്ക് ചെറിയ അയവ് വരുന്നത് തുണയാകുമെന്ന പ്രതീക്ഷയിലാണ് കട്ടപ്പനയിലെ ഋതിക് റോഷൻ തിയേറ്ററുകളിൽ എത്തിയിരിക്കുന്നത്. അമർ അക്ബർ ആന്റണി എന്ന ഹിറ്റിന് ശേഷം നാദിർഷ സംവിധാനം ചെയ്ത സിനിമ നായകനായി അവതരിപ്പിച്ചിരിക്കുന്നത് വിഷ്ണു ഉണ്ണികൃഷ്ണനെയാണ്. വിഷ്ണുവും ബിബിൻ ജോർജും ചേർന്നാണ് ചിത്രത്തിന് കഥ എഴുതിയത്. ഈ ചെറുക്കനൊക്കെ എന്തോരം കുത്തിവെച്ചാലും ഒടുക്കത്തെ ഗ്ലാമറ. എന്നെ ഗ്ലാമറ പുള്ളിക്ക് അതൊക്കെ ഫോട്ടോഷോപ്പിൽ ചെയ്തേക്കണേ. ദിലീപ് നിർമ്മിച്ച സിനിമയിൽ രാഹുൽ മാധവ്, സിജു വിൽസൺ, സലീം കുമാർ, പ്രയാഗ മാർട്ടിൻ എന്നിവരാണ് മറ്റു പ്രധാന താരങ്ങൾ. ഒരുപാട് സൗന്ദര്യമുള്ള പെൺപിള്ളേർക്കൊന്നും ബുദ്ധി ഉണ്ടാവൂല. ഓലമടലോ അത് മയിൽപീലിയാ. ചിലപ്പോ ഞാനും ഈ ആന്റണി പെരുമ്പാവൂർ സാറിന്റെ ഒക്കെ ലെവലിലേക്ക് വന്നാലാ. ഗാന്ധിജി ജയിലിൽ കിടന്നതേ ബ്രിട്ടീഷുകാരുടെ ബാത്റൂമിൽ ഒളിക്യാമറ വെച്ചേനല്ല. മോഹൻ, നിങ്ങൾ നടനാവണമെന്ന് നിങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അതായിരിക്കും. അത് ഞങ്ങൾ മാത്രം ആഗ്രഹിച്ചാ പോരാ, നിങ്ങളും കൂടെ വിചാരിക്കണം. എന്റെ മണിച്ചേട്ടാ, ധൻഷേട്ടാ, രജനി ചേട്ടായി, നിങ്ങളെയൊക്കെ കണ്ടിട്ടാ ഞാൻ ഇറങ്ങിയേക്കണേ. കാത്തോളണേ. സംവിധായകൻ നാദിർ ഷാ ചിത്രത്തിൽ പാട്ടും ചിട്ടപ്പെടുത്തിയിട്ടുണ്ട്. पूरी दुनिया में पता है रॉ के कितने अंडरकवर एजेंट्स हैं? सोचो तुम्हारी कंट्री बिना रॉ के कैसी होगी? दो दिन में मैं रॉ से ऐसा बदला लूंगा जिसे इंडिया. ബോളിവുഡിൽ നിന്നും കേരളത്തിലെത്തിയ റിലീസ് ഫോഴ്സ് 2 ആണ്. ഫോഴ്സിന്റെ രണ്ടാം ഭാഗമായ ആക്ഷൻ ത്രില്ലറിൽ ജോൺ എബ്രഹാമാണ് നായകൻ. पहले मेरी बीवी मर गई थी, तब से मैं सटक गया हूँ. ഹൈ വോൾട്ടേജ് ആക്ഷൻ രംഗങ്ങളിൽ തിളങ്ങുന്ന സാന്നിധ്യമായി സോനാക്ഷി സിൻഹയുമുണ്ട്. അഭിനയ് ഡിയാണ് സംവിധാനം. उन्हें कैसे पता चल रहा है कि हम कहाँ हैं? एडवाइस दूं सर, अब मुझे ढूंढना बंद करो. मिस कौर से शादी करके किसी पहाड़ी इलाके में घर बसा. मेरी एडवाइस सुन, अपना घर बेच दे और बिना खिड़की वाले कमरे में रहने की आदत डाल. गट फील, अग्रेशन, कॉमन सेंस, ये है मुंबई पुलिस का काम करने का तरीका. ഹാൻസം അത്ര ശ്രദ്ധിക്കപ്പെടാതെ പോയ ക്ഷീണം ഫോഴ്സ് 2 മറികടക്കുമെന്ന പ്രതീക്ഷയിലാണ് ജോൺ എബ്രഹാം. Magical beast loose in New York. Yes. Where is this man? ഹോളിവുഡിൽ നിന്നുള്ള ഏക റിലീസ് ഫാന്റാസ്റ്റിക് ബീറ്റ്സ് ആൻഡ് വേർ ടു ഫൈൻഡ് ദം ആണ്. Mr. Scamander, do you know anything about the wizarding community in America? We don't let things loose.
don't think I'm dreaming. Give it away. I ain't got the brains to make this up. All of you. Who does this protect? Us or them? Danger. He senses danger. This is related to Grindelwald's attacks in Europe. This could mean war. We got a plan, right, guys? They need our help. ഡേവിഡ് യേറ്റ്സ് സംവിധാനം ചെയ്ത സിനിമയിൽ ഓസ്കർ ജേതാവ് എഡി റെഡ്മെയ്നാണ് നായക വേഷത്തിൽ. I won't let another one die. I refuse to bow down any longer. കാതറിൻ വാട്ടർസ്റ്റൺ, ഡാൻ ഫോഗ്ലർ, ആലിസൺ സുഡോൾ തുടങ്ങിയവരാണ് മറ്റു താരങ്ങൾ. Time is running out. Let's just command it. ഇനി ഈ ആഴ്ച ഇറങ്ങിയ ഏറ്റവും ശ്രദ്ധേയമായ ടീസറിലേക്കാണ്. മലയാളത്തിൽ നിന്നാണ് ഈ ചിത്രം. ഒരു ഹൊറർ ത്രില്ലർ. പൃഥ്വിരാജ് നായകനാകുന്ന എസ്ര എന്ന ചിത്രം. JK ആണ് സംവിധാനം. പ്രിയ ആനന്ദാണ് ചിത്രത്തിൽ നായികാവേഷത്തിലെത്തുന്നത്. ഡിസംബറിൽ സിനിമയുടെ റിലീസ് പ്രതീക്ഷിക്കാം. ഈ വീട് തന്നെ അതിന്റെ പിടിയിലായതാണോ? ഒന്നും അറിയില്ല രഞ്ജൻ. വേറെ എന്തൊക്കെയോ ചില കുഴപ്പങ്ങളുണ്ടോ? വരാൻ പോകുന്ന തിരുവനന്തപുരത്തെ അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന ഡോക്ടർ ബിജുവിൻ്റെ ചിത്രമാണ് കാട് പൂക്കുന്ന നേരം. സിനിമയുടെ ട്രെയിലർ പുറത്തിറക്കിയിട്ടുണ്ട്. ഇന്ദ്രജിത്തും റിമ കലിംഗലുമാണ് ചിത്രത്തിൽ പ്രധാന വേഷങ്ങളെ അവതരിപ്പിക്കുന്ന. മാവോയിസ്റ്റ് പശ്ചാത്തലത്തിലാണ് ചിത്രത്തിൻ്റെ കഥ. ഭരണഘടന എഴുതിയുണ്ടാക്കിയത് ആരാണ്? ഡോക്ടർ BR അംബേദ്കർ. അവര് ആദിവാസികളല്ലേ? മാവോയിസ്റ്റ് ആണല്ലോ. ഞാൻ മാവോയിസ്റ്റ് ആണെന്ന് നിങ്ങളോട് ആരാ പറഞ്ഞത്? നിങ്ങൾക്ക് ധൈര്യം ഉണ്ടെങ്കിൽ എന്നെ വെടിവെക്കും. കാടുപോക്കുന്ന നേരം കണ്ട ഈ കൊച്ചുകാട്ടിൽ നിന്നും നമുക്കങ്ങ് പസഫിക് സമുദ്രത്തിലെ ഒരു വലിയ കാട്ടിലേക്ക് പോകാം. അവിടെ ഭീമാകാരമായ ജീവികൾ വിലസുന്ന സ്ഥലമാണ്. അങ്ങോട്ടേക്ക് മനുഷ്യർ നടത്തുന്ന ഒരു യാത്ര. പ്രമേയമാകുന്നത് ഒരു ഹോളിവുഡ് ചിത്രത്തിനാണ്. ചിത്രത്തിൻ്റെ പേര് കോങ് സ്കൾസ് ഐലൻഡ്. We use explosives to shake the earth, helping us to map the surface of the island. You're dropping bombs. Scientific instruments. Is that a monkey? ഭയാനകമായ വലിപ്പമുള്ള ജീവികൾക്കിടയിൽ പെട്ടുപോകുന്ന മനുഷ്യരുടെ കഥയാണ് കോങ് സ്കൾ ഐലൻഡ് എന്ന ചിത്രം. അവരുടെ ലോകത്തേക്ക് മനുഷ്യൻ നടത്തുന്ന കടന്നുകയറ്റത്തിലൂടെ തന്നെയാണ് കഥ വികസിക്കുന്നത്. You knew that thing was out here? I'm sorry for your men, Colonel. But if you want to make this... ആ ലോകത്തിന്റെ അധിപനായ ആൾക്കുരങ്ങ് കോങ് ആണ് യുദ്ധത്തെ നയിക്കുക. Keeps to himself mostly. Well, you don't go into someone's house and start dropping bombs unless you're picking a fight. Kong's God on the island, but the devils live below us. And what are they called? I call them skull crawlers. Why? Never said that name out loud before. It sounds stupid now that I say. Just you call them whatever you want.
ജോർജ് ബോഗ് റോബർട്ട് സംവിധാനം ചെയ്ത സിനിമയിൽ സാമുവൽ എൽ ജാക്സൺ, ടോം ഹിഡിൽസ്റ്റൺ, ജോൺ ഗുഡ്മാൻ, ബ്രീ ലാഡ്സൺ തുടങ്ങിയവരാണ് പ്രധാന താരങ്ങൾ. 1970കളിലാണ് സിനിമയുടെ കഥ. പസഫിക് സമുദ്രത്തിൽ അറിയപ്പെടാത്ത ദ്വീപാണ് ഭീമൻ ജീവികളുടെ വിഹാര കേന്ദ്രം. ലെജൻഡറി പിക്ചേഴ്സ് നിർമ്മിച്ച സിനിമ വാർണർ ബ്രദേഴ്സ് വിതരണത്തിനെത്തിക്കും. മാർച്ചിൽ കോങ് സ്കൾ ഐലൻഡ് തിയേറ്ററുകളിലെത്തും. വീണ്ടും ഒരു വിദേശ സിനിമയെക്കുറിച്ചും താരത്തെക്കുറിച്ചുമാണ്. താരം വിദേശിയാണെങ്കിലും നമുക്കൊക്കെ വളരെ പ്രിയപ്പെട്ട താരമാണ് ജാക്കി ചാൻ. തൻ്റെ 62-ാം വയസ്സിലും തൻ്റെ മിന്നൽ ആക്ഷന് ഒട്ടും കുറവ് വന്നിട്ടില്ല എന്ന് തെളിയിക്കുന്ന പുതിയ സിനിമയുമായി അദ്ദേഹം എത്തുകയാണ്. റെയിൽ റോഡ് ടൈഗേഴ്സ് എന്നാണ് ചിത്രത്തിൻ്റെ പേര്. ഒരു 70കളിൽ നടന്ന കഥയാണ്. ജപ്പാനെതിരെയുള്ള ചൈനീസ് ജനങ്ങളുടെ ഒരു മുന്നേറ്റത്തിൻ്റെ കഥയാണ് ഈ ചിത്രം പറയുന്നത്. വൈകാതെ സിനിമ ഇന്ത്യയിലും റിലീസ് പ്രതീക്ഷിക്കാം.明天就干。